മൊറോക്കോയിലെ ഫെസ് നഗരത്തിൽ പ്രൗഢിയോടെ നിലനിൽക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ യൂണിവേഴ്സിറ്റിയാണ് അൽ ഖറവീൻ. ആ പ്രൗഢിക്ക് പിന്നിലൊരു ചരിത്രവുമുണ്ട്. വടക്കേ ആഫ്രിക്കയിൽ 9-ാം നൂറ്റാണ്ടിൽ AD 859 ഈ സർവകലാശാലയ്ക്ക് അടിത്തറ പാകിയത് ഒരു സ്ത്രീരത്നമാണ്. ഉമ്മുൽ ബനീൻ എന്നറിയപ്പെട്ട ഫാത്തിമ ബിന്ത് മുഹമ്മദ് അൽ ഫിഹ്രിയ അൽ ഖുറഷിയ്യ. അറബ് ഖുറൈശി വംശജയായ ഫാത്തിമ ഫിഹ്രി CE 800 പഴയ തുനീഷ്യയിലായിരുന്നു ജനിച്ചത്. ഖൈറവാനിലെ ധനിക ബിസിനസ്സുകാരനായിരുന്ന മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ഫിഹ്രിയാണ് പിതാവ്. ഇവരുടെ കുടുംബം പിന്നീട് മൊറോക്കോയിലെ ഫെസ് നഗരത്തിലേക്ക് കുടിയേറി. പിതാവിൻ്റെയും ഭർത്താവിൻ്റെയും മരണത്തോടെ ബൃഹത്തായ അനന്തരാവകാശ സ്വത്തിൻ്റെ കൈകാര്യം ഫാത്തിമയിൽ വന്നു ചേർന്നു. വിദ്യാസമ്പന്നയായി വളർന്ന ഫാത്തിമയുടെ വലിയ ആഗ്രഹമായിരുന്നു സമൂഹത്തിന് മതവും ശാസ്ത്രവും എഞ്ചിനീയറിംഗും പഠിപ്പിക്കാനാവശ്യമായ വലിയൊരു സ്ഥാപനം. അങ്ങനെയാണ് അവർ മൊറോക്കോയിലെ ഫിസിൽ അൽ ഖറവീൻ എന്ന സർവകലാശാലയ്ക്ക് തറക്കല്ലിടുന്നത്. സഹോദരി മറിയം ഇതിൻ്റെ സമീപത്ത് തന്നെ അൽ അന്തലൂസ് മസ്ജിദും നിർമ്മിച്ചു. അൽ ഖറവീൻ സർവകലാശാലയുടെ തുടക്കത്തിൽ മതപഠനം മാത്രമായിരുന്നു. പിന്നീട് വൈദ്യശാസ്ത്രം, മാത്തമാറ്റിക്സ്, രസതന്ത്രം, ലോജിക്, ഗ്രാമർ, ഭൂമിശാസ്ത്രം, ഫിലോസഫി, ജ്യോതിശാസ്ത്രം തുടങ്ങി നിരവധി പഠനങ്ങൾ ഉൾപ്പെടുത്തി. ഇവിടെ നിന്ന് വിദ്യാഭ്യാസം നേടുന്നതിനായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളെത്തി. സമൂഹത്തിന് ദിശാബോധവും കാഴ്ചപ്പാടും പ്രദാനം ചെയ്യുന്ന നിരവധി പണ്ഡിതന്മാർ ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തു വന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളെ മധ്യപൗരസ്ത്യ രാജ്യങ്ങളുമായും യൂറോപ്പുമായും അടുപ്പിക്കാനും ഈ സ്ഥാപനം സഹായിച്ചു. ജൂത തത്വചിന്തകനും നിയമജ്ഞനും വൈദ്യനുമായ മെമോനിഡസ്, ബെൽജിയത്തിലെ ല്യൂവൻ ക്രിസ്ത്യൻ, നിക്കോളാസ് ക്ലെനാർഡ്, ഇബ്ന് ഖൽദൂൻ അൽ ഇദ്രിസി, ക്രിസ്ത്യൻ മതമേധാവിയായ പോപ്പ് സിൽവസ്റ്റർ രണ്ടാമൻ തുടങ്ങി വിവിധ മതവിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് ബിരുദമെടുത്ത് പ്രശസ്തരാണ്. അറബിക് ന്യൂമറിക് അക്കങ്ങൾ യൂറോപ്പിലേക്ക് കൊണ്ടുവന്നതും ഈ സർവകലാശാലയുടെ ബഹുമതിയാണ്. പുരാതന കയ്യെഴുത്ത് പ്രതികൾ ഉൾപ്പെടെ 4000 അപൂർവ ഗ്രന്ഥശേഖരങ്ങളുണ്ടിവിടെ. 2016 യൂണിവേഴ്സിറ്റിയിൽ വലിയ രീതിയിലുള്ള പുനരുദ്ധാരണം നടന്നു. കനേഡിയൻ മൊറോക്കൻ വാസ്തുശില്പിയായ അസീസ് ചൗനി എന്ന സ്ത്രീയാണ് മനോഹരമായ ഇന്നത്തെ കെട്ടിടം പുനർനിർമ്മിച്ചത്. ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന പുനരാരംഭിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമായി 1988 യുനെസ്കോ അൽ ഖറവീനെ അംഗീകരിച്ചു. ആധുനിക സർവകലാശാലകൾക്ക് ഫാത്തിമ അൽ ഫിഹ്രി നൽകിയ സംഭാവനകൾ നിസ്തുലമാണ്. 1200 വർഷങ്ങൾക്കിപ്പുറം അൽ ഖറവീൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സ്ത്രീയുടെ ഇച്ഛാശക്തിക്ക് ലോകത്തെ എത്രത്തോളം സ്വാധീനിക്കാൻ കഴിയുമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഫാത്തിമ അൽ ഫിഹ്രി. കേവലം ഒരു ആരാധനാലയത്തിനപ്പുറം ലോകത്തിന് തന്നെ മാതൃകയായ ഒരു വൈജ്ഞാനിക വ്യൂഹം പടുത്തുയർത്തിയ ഫാത്തിമ അൽ ഫിഹ്രിയ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രമുഖയായ ഒരു മുജദ്ദിദ കൂടിയാണ്. ലോകത്തിലെ ഏറ്റവും പ്രാചീനമായ സർവകലാശാലയായി യുനെസ്കോയും ഗിന്നസ് ലോക റെക്കോർഡും അൽ ഖറവീന് രേഖപ്പെടുത്തി. സർവകലാശാല സ്ഥാപിക്കപ്പെട്ട് 2 നൂറ്റാണ്ടിന് ശേഷമാണ് പാശ്ചാത്യ ലോകത്തെ ഫേമസ് യൂണിവേഴ്സിറ്റികളായ യൂണിവേഴ്സിറ്റി ഓഫ് ബൊലോഗ്നയും ഓക്സ്ഫോർഡും സ്ഥാപിക്കപ്പെടുന്നത്. നമുക്കെല്ലാം പ്രചോദനമാണ് ഫാത്തിമ അൽ ഫിഹ്രിയുടെ ജീവിതം. ഷീ ബിൽറ്റ് മോർ ദാൻ എ യൂണിവേഴ്സിറ്റി, ഷീ ബിൽറ്റ് എ ഫ്യൂച്ചർ. Her vision continues to inspire learners around the world. Fatima Al Fihri's legacy will never be forgotten.